കടമ്പഴിപ്പുറത്ത് ഫാൻസി സ്റ്റോറിനും ടൈലറിംഗ് കടയ്ക്കും തീപിടിച്ചു. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3:30 കൂടിയാണ് തീപിടുത്തമുണ്ടായത്. കട പൂർണ്ണമായും കത്തിനശിച്ചു. ആളപായമില്ല. കടമ്പഴിപ്പുറം ജുമാ മസ്ജിദിന് സമീപമുള്ള ഓട്ടുപാറ വീട്ടിൽ വീരാൻകുട്ടിയുടെ ഹയ സ്റ്റോറിനാണ് തീപിടിച്ചത്. താഴത്തെ നിലയിൽ 2 റൂമുകളിലായുള്ള കട പൂർണ്ണമായും കത്തിനശിച്ചു. മുകൾ നിലയിലുള്ള സെലക്ഷൻ ലേഡീസ് ടൈലറിംഗ് എന്ന കടയിലേക്കും തീ പടർന്നു. ഫാൻസി കടയുടമ തീ കണ്ടയുടനെ വെള്ളമൊഴിച്ച് കെടുത്താൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. നിമിഷ നേരം കൊണ്ട് തീ ആളിപ്പടർന്നു. നാട്ടുകാരും മണ്ണാർക്കാട് നിന്നും കോങ്ങാട് നിന്നും എത്തിയ ഫയർഫോഴ്സും ചേർന്ന് 1 മണിക്കൂറിലധികം നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് തീ അണച്ചത്. 2 കടയിലുമായി ഏകദേശം 9 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നതായി ഉടമകൾ പറഞ്ഞു. ദീർഘകാലം പ്രവാസിയായിരുന്ന വീരാൻകുട്ടി കട കത്തിനശിച്ചതോടെ ജീവിതമാർഗം വഴിമുട്ടിയ അവസ്ഥയിലാണ്. വിദേശത്തുള്ള പ്രവാസിയാണ്. കുറേ കാലം ഇതിൽ തന്നെയായിരുന്നു. നാട്ടിൽ സെറ്റിൽ ചെയ്ത് ഇവിടെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. ഒരു 6 ലക്ഷം ഇപ്പോൾ കത്തിയിട്ടുണ്ട് ഏകദേശം. വേറെ വരുമാനമൊന്നുമില്ല. അപ്പോൾ വളരെ ഒരു ദയനീയാവസ്ഥയിൽ തന്നെയുള്ളത്. ടൈലറിംഗ് കടയിൽ മെഷീനുകൾ, തുണികൾ എന്നിവ നശിച്ചതായി ഉടമ വിജയരാഘവൻ പറഞ്ഞു. ഞാൻ മുകളിൽ ടൈലർ കട നടത്തുന്ന ആളാണ്. അവിടെ തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ കുറേ തുണികളൊക്കെ ആകെ ഇപ്പോൾ കരിയും പുകയൊക്കെ ആകെ നശിച്ച് കിടക്കാണ്. പിന്നെ സൈഡിൽ ഗ്ലാസ്സൊക്കെ പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നഷ്ടമൊക്കെ വന്നിട്ടുണ്ട്. മെഷീനൊക്കെ കുറച്ച് കരിയുമ്പോൾ എന്താ പറ്റിയത് മുഴുവൻ അറിയാൻ പോയി നോക്കിയാറില്ല. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന്റെ കാരണമെന്ന് സംശയിക്കുന്നു. കോങ്ങാട് ഫയർ സ്റ്റേഷൻ ഓഫീസർ NK ഷാജി, ഓഫീസർമാരായ വിഘ്നേഷ്, വിഷ്ണു, മണ്ണാർക്കാട് ഫയർ സ്റ്റേഷൻ ഓഫീസർ സജിത് മോൻ, സുരേഷ് കുമാർ, ഗ്ലോബിൻ ദാസ്, അനിൽകുമാർ എന്നിവർ തീയണയ്ക്കാൻ നേതൃത്വം നൽകി. ശ്രീകൃഷ്ണപുരത്തു നിന്ന് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ശ്രീലത, വാർഡ് മെമ്പർ MV അനീഷ് എന്നിവരും സ്ഥലം സന്ദർശിച്ചു. പഞ്ചായത്തിലെ 1-ാം വാർഡിലുള്ള നമ്മുടെ വീരാപ്പുക്ക, അതായത് വീരാൻകുട്ടി ഓട്ടുപാറ എന്നവരുടെ കട മുഴുവനായിട്ട് നശിക്കപ്പെട്ടു. ഇന്ന് 3:30 നമ്മുടെ ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് ഉണ്ടായത്. അദ്ദേഹം പുറത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ഫയർഫോഴ്സ് എല്ലാം എത്തിച്ചേർന്ന് നമുക്ക് മുഴുവനായി തീ കെടുത്താൻ സഹായിച്ചു. അതുപോലെ തന്നെ മുകളിലുള്ള ടൈലറിംഗ് യൂണിറ്റിൻ്റെ ഒരുവിധം എല്ലാ ഭാഗങ്ങളിലും കത്തി, അതായത് പുകപടലം കാരണം അവർക്ക് തുണിയെല്ലാം നാശമായി കിടക്കുകയാണ്. അത് വേറൊരാളെ പിഞ്ചപ്പുറത്തുള്ള ഒരു ആളുടെ ആയിരുന്നു. അദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്നില്ല. താഴെയുള്ള വീരാൻകുട്ടിക്കൻ്റെ കടയെല്ലാം മുഴുവനായി കത്തി നശിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.